ഇടുക്കിയിൽ കുമളിയിൽ ഇസ്രായേലി സ്വദേശികൾ അപമാനിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തേക്കടിയിൽ അത് കേരളത്തിന് ഇപ്പോൾ വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. അത് ടൂറിസം മേഖലയെ തന്നെ ബാധിക്കുമോ എന്നും ചർച്ച ഉയരുകയാണ്. എന്തായാലും ആ അപമാനിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതെന്താണ്? അതായത് ഇസ്രായേലി ദമ്പതികൾ കുമളിയിലേക്ക് യാത്ര ചെയ്തിട്ട് അവിടെ തേക്കടിയിൽ ഒരു കരകൗശല ഷോപ്പ്, ഈ കരകൗശല ഷോപ്പിൽ നിന്ന് 2 കശ്മീരി സ്വദേശികൾ കരകൗശല ഷോപ്പിലേക്ക് ഇവരെ വിളിച്ചു കയറ്റുകയും ശേഷം ഇവരുടെ പൗരത്വം ചോദിക്കുകയും അപ്പൊ ഞങ്ങൾ ഇസ്രായേലി സ്വദേശികളാണെന്ന് പറഞ്ഞപ്പോ ആക്രോശിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്തു. വിളിച്ചു കയറ്റിയവർ അപ്പൊ ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവന്മാർ ഏത് സഞ്ചാരികൾ അവിടെ വന്നു കഴിഞ്ഞാലും അവരുടെ പൗരത്വം ചോദിക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ആ ഒരു സാഹചര്യത്തിൽ ഐബിയും റോയും അടക്കമുള്ളവർ ഇവന്മാരെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇവന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. ഐബിയും റോയും അടക്കമുള്ളവർ ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് തേക്കടിയിൽ അവർ ഓടി എത്തി എന്നാണ് നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ്. അതായത് ഇതിന്റെ പേരിൽ, അതായത് ഇവർ ഈ പൗരത്വം ചോദിക്കുന്നതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പൗരത്വം ചോദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിക രാജ്യത്തിൽ നിന്നാണോ വരുന്നത്, ജൂതരാഷ്ട്രത്തിൽ നിന്നാണോ വരുന്നത്, ക്രിസ്ത്യൻ രാജ്യത്തിൽ നിന്നാണോ വരുന്നത് അറിയാനായിട്ടായിരിക്കുമല്ലോ. ഞാൻ പച്ചക്കങ്ങ് പറഞ്ഞേക്കാം, പൊതിഞ്ഞങ്ങ് പറയണ്ട. അതായത് തങ്ങളുടെ ഞമ്മന്റെ രാജ്യത്തു നിന്നാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇസ്രായേലിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോ ഇവരുടെ രോഷമങ്ങളെങ്കിൽ അത് ഇളവാനായിട്ടുള്ള ആവശ്യം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം ശ്രീജിത്തിനോട് ചോദിക്കട്ടെ. പാകിസ്ഥാനിൽ നിന്ന് ഒരു വിദേശ സഞ്ചാരി ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് ഒരു വിദേശ സഞ്ചാരി പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങി അവർ കേരളം കാണാൻ എത്തുന്നു. അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള വിസയുണ്ട്, കൃത്യമായിട്ടുള്ള ടിക്കറ്റ് ഉണ്ട്, ഇവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, പാകിസ്ഥാനിൽ അവർ എന്താണ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, കൃത്യമായ നിയമം പാലിച്ച് ഇവിടെ വരികയാണ്. അയാൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അയാളുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് നീ പാകിസ്ഥാനിയാണല്ലോ, നിനക്ക് ഇന്ത്യയിൽ കയറാൻ അനുവാദമില്ലടോ എന്ന് പറയേണ്ട അവകാശം എനിക്കുണ്ടോ? അങ്ങനെയുള്ള അവകാശം എനിക്കില്ല. ഇന്ത്യയുടെ സംസ്കാരം മാത്രമല്ല, അതിഥികൾക്ക് അങ്ങനെയല്ല. അതിന്റെ നിയമപരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ധാർമ്മികതയും അങ്ങനെയല്ല. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് നമ്മുടെ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി എന്നാണ് മനസ്സിലായത്. പക്ഷെ പോലീസ് ഇതിലെടുത്ത സമീപനം എന്താണ് ശ്രീത്തെ? അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുക. അവർ പരാതി നൽകിയിട്ടില്ലെങ്കിൽ പോലീസിന് എന്താ ആക്ട് ചെയ്യാൻ യാതൊരു വകുപ്പുമില്ലേ? അത് കൊള്ളാമല്ലോ. പരാതി അവർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലി ദമ്പതികളുടെ കാല് പിടിച്ച് കരഞ്ഞു എന്നാണ് എനിക്കറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസ് പരാതി എടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതൊന്നുമല്ല, കാല് പിടിച്ച് കരഞ്ഞു. കാരണം ഈ വിഷയം എങ്ങാനും ലീക്കായി കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാരിനും കേരളത്തിലെ പോലീസിനും അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുന്ന വേറൊരു വിഷയമില്ല. റിയാസ് ഒത്തുകളിക്കുകയാണ്. പോലീസ് പലപ്പോഴും പറയുന്നത് ഇത് പരാതി നൽകിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കേസ്. അല്ല, പരാതി നൽകിയിട്ടില്ലെങ്കിലും പോലീസിന് കേസ് എടുക്കാമല്ലോ, സ്വമേധയാ കേസ് എടുക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നു, എന്റെ വീട്ടിലൊരു ബോംബ് സ്ഫോടനം നടന്നു, ഞാൻ മരിച്ചുപോയി. പോലീസ് വന്നിട്ട് പറയോ ധനുഷ് പരാതി ഒന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കേസ് എടുക്കുന്നില്ല എന്ന് പറയും? ഇല്ലല്ലോ. അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു വിനോദസഞ്ചാരിയെ 2-3 പേര് അപമാനിച്ചു. ഇത് ആര് പരാതി തരണം? വിനോദസഞ്ചാരി തരണം? ഇത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ പരിപാടി. എവിടെ റിയാസ്? അവിടെ എന്റെ ചോദ്യം അതാണ്. റിയാസ് എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിയുടെ ശ്രീജിത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കോവളത്ത് വെച്ച് ഒരു വിദേശിയെ, തിരുവോണ ദിവസമാണോ ന്യൂ ഇയറിന്റെ എന്നാണോ എന്ന് എനിക്കറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോൾ ക്രിസ്മസും ആവാം. വിനോദസഞ്ചാരി കോവളത്ത് നിന്നും വരുന്ന ആ ഒരു സാഹചര്യത്തിൽ 2 പോലീസുകാരെ ആ വിനോദസഞ്ചാരിയെ തടഞ്ഞു നിർത്തുന്നു. അയാളുടെ ബാഗിൽ 2 കുപ്പി മദ്യം അവർ കണ്ടെത്തുന്നു. ബീവറേജസിൽ നിന്ന് വാങ്ങിച്ചതാണ്, പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, ബില്ലും കയ്യിലുണ്ട്. ഇവര് പറയുകയാണ് നിങ്ങൾക്ക് ഇത് കഴിക്കാനുള്ള അവകാശമില്ല എന്ന് പോലീസുകാർ പറയുന്നു. ആ മദ്യം അയാൾ എന്ത് ചെയ്തു? ആ വിനോദസഞ്ചാരി എന്ത് ചെയ്തു? ശരി, വേണ്ട, എന്ത് ചെയ്യണം? നിങ്ങൾ കളയണം, ഞങ്ങളെ തന്നിട്ട് പൊക്കോന്ന് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പൊക്കോന്നു പോലീസ് പറഞ്ഞു. അയാൾ അത് പൊട്ടിച്ച് അവിടെയുള്ള റോഡിന്റെ ഒരു സൈഡിൽ അയാൾ ആ മദ്യം ഒഴുക്കി കളഞ്ഞു. ശേഷം അയാൾ ആ 2 കുപ്പി പ്ലാസ്റ്റിക് പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് പറഞ്ഞ് അയാളുടെ ആ ഒരു ബാഗിനകത്തോട്ട് എടുത്തു വെച്ച് അടച്ചിട്ട് അയാൾ പോവുകയാണ് ചെയ്തത്. മിനിറ്റുകൾക്കകം മന്ത്രി റിയാസ് ആ പോലീസുകാരെ ട്രാൻസ്ഫർ ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തു. ഇത് വലിയ വലിയ ചർച്ചകൾ നടന്നു. ഇത് കേരളത്തിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു? കേരളത്തിൽ വിനോദസഞ്ചാരികൾക്ക് വരണ്ടേ? കേരളം അങ്ങനെയാണ്, കേരളം ഇങ്ങനെയാണ്, കേരളം പ്രബുദ്ധമാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. ഇവർ ഇസ്രായേലി സ്വദേശികളും വിനോദസഞ്ചാരികളും ആയതുകൊണ്ടാണോ ഇനി മുഹമ്മദ് റിയാസ് മിണ്ടാത്തത്?
എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അറിഞ്ഞു കാണില്ല. അതെ അല്ലേ, തെരഞ്ഞെടുപ്പ് തിരക്കിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അറിഞ്ഞു കാണില്ല, അതായിരിക്കും. ഇനി വേറൊരു ഇൻസിഡന്റ് പറയാം. സൗമ്യ എന്ന് പറയുന്ന ഒരു നേഴ്സ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് അറിയാലോ. ഇവിടെയുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് ഫേസ്ബുക്കിൽ ഒരു വരി ആദരാഞ്ജലികൾ ഇടാൻ പോലും പറ്റില്ല. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ഇട്ടിട്ടില്ല. ആ ധൈര്യം കാണിച്ച ഒരേ ഒരാളെ ഉള്ളത് ആരാണെന്ന് അറിയാമോ? മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ച നമുക്ക് കണ്ടതാണ്. അതിന്റെ താഴെ വന്ന് തെറി വിളിക്കുകയാണ്, എന്ത് ധൈര്യം ഉണ്ടടാ, ഹമാസ് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എല്ലാത്തിനെയും അടിച്ച് ഇപ്പം 7 അടുക്കളയെ 3 കുളിമുറിയാക്കി ഇസ്രായേൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുപ്പൂട്ടി ചർച്ചയൊക്കെ നടത്തി യവന്മാര്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്ന് വന്ന എല്ലാവർക്കും കേരളം പോലെ, അതും ഒരു ശ്രീത് വേറൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ ഇന്ത്യയിലെ ടൂറിസം ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിച്ച് സമ്പുഷ്ടമായിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ വൈവിധ്യം, കേരളത്തിന്റെ മറ്റത്, കേരളത്തിന്റെ മറിച്ചത്, കേരളത്തിലെ സമ്മർ ഉണ്ട്, വിന്റർ ഉണ്ട്, മൺസൂൺ ഉണ്ട്, വേറൊരു സംസ്ഥാനത്തും ഇതുപോലെ ഇത്ര പ്രകൃതി രമണീയത ഇല്ല എന്നൊക്കെ പറയുമ്പോഴും, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് വന്നതിന് ശേഷം അത് കുറച്ചും കൂടെ കൂടി. മുഹമ്മദ് റിയാസ് വന്ന ശേഷം പ്രകൃതി രമണീയ ഒന്നുകൂടെ കൂടി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റിയാസ് മിണ്ടുന്നില്ല. അപ്പൊ ഇതിൽ വരുന്ന ഇപ്പോ കിട്ടുന്ന തേക്കടിയിലെത്തിയ ആ ഇസ്രയേലി സ്വദേശികൾ ജ്യൂസ് കുടിക്കാൻ പോയ ഓട്ടോറിക്ഷക്കാരന്റെ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ ഇവരെ കൊണ്ടാക്കി. അപ്പൊ അയാൾ ജ്യൂസ് കുടിക്കാൻ പോയ സമയത്താണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലുള്ള ആൾക്കാർ പോലും ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരെ ബാധിക്കും, അവര് സാമ്പത്തികമായി വലിയ തിരിച്ചടിക്കും. സംഭവം കേരളത്തിൽ സംഭവിച്ചെന്ന് പറയുമ്പോ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുന്നവർ മറ്റൊരു അടുത്ത സമീപത്ത് ശ്രീലങ്കയിലുണ്ട്. ഇതിന് സമാനമായ കാലാവസ്ഥയുള്ള അങ്ങോട്ടേക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ വിഷയം ഈ വീഡിയോ അതിഭീകരമായിട്ട് വൈറലായ പിന്നെ നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ ഇത് ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ കൃത്യമായിട്ട് ചോദിക്കും എന്താണ് അവിടെ നടന്നത്. ആരോട് ചോദിക്കും? കേന്ദ്ര സർക്കാരിനോട് ചോദിക്കും. കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുമ്പോൾ കേന്ദ്രം കേരളത്തോട് ചോദിക്കും എന്താണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമായിട്ട് ഇത് മാറും, അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന ഒരു വിഷയമായിട്ട് മാറാതിരിക്കാൻ ഇത് പോലീസ് കൃത്യമായിട്ട് പറയുന്നത് അവര് ഞങ്ങൾക്ക് യാതൊരുവിധ ഇതും തന്നില്ല, എന്താണ് പരാതിയും തന്നില്ല. ഓക്കെ, ശരി. രണ്ടാമത്തെ കാര്യമോ, അത് അവര് പരാതി തരാത്തത് കൊണ്ട് ഞങ്ങൾ ആ ഷോപ്പ് ഉടമകളെ, അതായത് കശ്മീരി സ്വദേശികളെ വിലക്കി, ഇനി നിങ്ങൾ അവിടെ പണി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതല്ല അവിടെ ചെയ്യേണ്ടത്. ഇവരെ ഗുരുതരമായിട്ടുള്ള ജോലി നോക്കുന്നതാണോ അതോ ജോലിക്ക് വന്നതാ? ഇവിടെ ജോലിക്ക് വന്നിട്ട് കട എടുത്തോ? അങ്ങനെയാണല്ലോ. ഇപ്പൊ കുറെ എണ്ണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ് മറ്റേ അയാളുടെ പേരെന്തായിരുന്നു, മറ്റേ ഏലത്തൂര് ട്രെയിൻ തീവെപ്പ് വെച്ച് ഒരുത്തം ഉണ്ടായിരുന്നല്ലോ, ഷറൂഖ് സൈഫി എന്ന് പറഞ്ഞ്. അങ്ങനെ കുറെ എണ്ണം വന്നിട്ടുണ്ട്. ട്രെയിൻ അട്ടിമറിക്കാൻ കുറെ എണ്ണം, എല്ലാം കൂടെ തള്ളിക്കൊണ്ട് കേരളത്തിലോട്ടാണ് വരുന്നത്. സൈഫ് വേറെ സ്ഥലത്തില്ലല്ലോ. അത് ശരിയാ. സൈഫ് സക്കീർ നായിക്കിന്റെ കടുത്ത ആരാധകനായിരുന്നു. സക്കീർ നായിക് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അറിയാലോ. സക്കീർ നായിക് പറയുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ കേരളത്തിലോട്ട് പോകും, മുസ്ലിങ്ങളെല്ലാം, അവിടെയാണ് നമുക്ക് സേഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇതൊന്നും ചർച്ച ചെയ്യരുത് കേട്ടോ. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മതേതരത്തെ ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. നമ്മുടെ സുരക്ഷയല്ല പ്രധാനം, മതേതരത്വമാണ് പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ അതുപോലെ കുറെ ഉമ്മാര് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ്, ബംഗാളികൾ എന്ന് പറഞ്ഞ്, പിന്നെ ഈ കാശ്മീരി എന്ന് വന്ന കുറെ എണ്ണം ഇവിടെ കിടന്ന് എത്ര ക്രിമിനൽ കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതെ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ വിവരശേഖരണത്തിനായി ഐബിയും റോയും ഓടിയെത്തിയിട്ടുണ്ട് തേക്കടിയിലെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ സേഫ് ആണ്. അവര് കൃത്യമായിട്ട് നാട്ടുകാർ ഇടപെടൽ നടത്തിയല്ലോ, അത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. അത് നമ്മൾ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവര് കൃത്യമായിട്ട് ഇടപെടൽ നടത്തി. ഇവർ ഈ ആക്രോശം കേട്ട് പുറത്തു പോയിട്ട് അവിടെ ചെന്ന് ഇവരുടെ ഡ്രൈവറോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ വന്ന് ഇവർക്ക് വേണ്ടി സംസാരിച്ചില്ലേ, അതൊരു വലിയ കാര്യമാണല്ലോ. പിന്നീട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കം ഇവർക്ക് വേണ്ടി സംസാരിച്ചില്ലേ, അത് വലിയൊരു കാര്യമാണല്ലോ. പിന്നെ പോലീസ് വന്നപ്പോഴാണ് ഇവർക്കെതിരെ കേസൊന്നും കൊടുക്കാതെ കട പൂട്ടടാന്ന് പറഞ്ഞ് കട പൂട്ടിപ്പോയത്. അപ്പൊ ഐബിയും റോയും അവിടെ എത്തി വിവരശേഖരണം നടത്തി. ഈ രണ്ടാൾക്കാരുടെ, അതായത് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയ 2 കശ്മീരി സ്വദേശികളുടെ വിവരവും ശേഖരിച്ചു വരുന്നു. നിലവിൽ പ്രശ്നമൊന്നുമില്ല, സ്വല്പം മതഭ്രാന്ത് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് അവര് മനസ്സിലാക്കിയിരിക്കുന്നത്. കാശ്മീരുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച ഉണ്ടായപ്പോൾ പ്രധാനപ്പെട്ട എല്ലാവരും ചോദിക്കുന്നത്, ഇവർ ഇങ്ങനെയാണെങ്കിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അങ്ങനെ ചർച്ച ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ കാശ്മീരി പണ്ഡിറ്റുകളുടെ ഗതി എന്തായിരിക്കും? ഇപ്പൊ ഇവര് മാത്രമല്ല, അപ്പൊ ഇവരെ ഒരു പ്രഹസനം എന്ന രീതിയിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഇവർക്കെതിരെ എന്താണ് നടത്തുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അന്വേഷണം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പോരാത്തതിന് ഇസ്രായേൽ എംബസിയും ഈ വിവാദം
ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ എംബസിയുടെ ശ്രദ്ധയിലും ഈ വിവാദം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഒരു തരത്തിലും ഇസ്രായേൽ എംബസി ഇടപെട്ടിട്ടില്ല. പക്ഷേ നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രായേലി സ്വദേശികൾ ഹാപ്പിയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് നമ്മുടെ റിയാസ് എന്താണ് വാ തുറക്കാത്തതെന്നാണ്. ചിലപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല പാവം.